എല്ലാവർക്കും ട്രാവലൻസ് ചാനലിലേക്ക് സ്വാഗതം. ഡു യു ട്രാവൽ കമ്പനിയുടെ യാത്രാ സംഘത്തിൽപ്പെട്ട ഞങ്ങൾ കാശ്മീർ കാണാൻ പുറപ്പെട്ടതാണ്. അവിടെ വെച്ചാണ് ശ്രീനഗറിലേക്കുള്ള പ്രധാന പാത പെരുമഴയിൽ തകർന്നതറിയുന്നത്. തീർത്ഥാടന കേന്ദ്രമായ വൈഷ്ണോദേവി ക്ഷേത്രത്തിനടുത്തുള്ള കട്ര വഴിയുള്ള മറ്റൊരു പാത ഞങ്ങൾ തിരഞ്ഞെടുത്തു. കട്രയിൽ നിന്നും ശ്രീനഗറിലേക്ക് ഏകദേശം 220 കിലോമീറ്റർ ഉണ്ട്. 8 മണിക്കൂറിനുള്ളിൽ ശ്രീനഗറിലെത്താം എന്ന പ്രതീക്ഷയിൽ അതിരാവിലെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇടയ്ക്കിടയ്ക്ക് വഴിയോരത്തിറങ്ങി വിശ്രമിച്ചും പ്രകൃതി ഭംഗി ആസ്വദിച്ചും യാത്ര തുടരുകയാണ്. ഞങ്ങളുടെ ഈ യാത്രാ സംഘത്തിൽ 22 പേരാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നവർ. അവർ പരസ്പരം അറിഞ്ഞ് വിശേഷങ്ങൾ പങ്കുവച്ച് ആഹ്ലാദപൂർവ്വം മുന്നോട്ട് നീങ്ങുന്നു. വിശ്വപ്രസിദ്ധമായ കാശ്മീരിൻ്റെ പ്രകൃതി ഭംഗി നേരിട്ട് കണ്ടറിഞ്ഞ് ആസ്വദിക്കുന്നതിനിടയിൽ ആ നിമിഷങ്ങളെ ക്യാമറയിൽ പകർത്തി കണ്ട് ആസ്വദിക്കാൻ കാണിക്കുന്ന വ്യഗ്രത കാണുമ്പോൾ ഏതു മുതിർന്നവരിലും ഒരു കുഞ്ഞ് ഒളിഞ്ഞൊലിക്കുന്നുണ്ടെന്ന ചൊല്ലാണ് ഓർമ്മ വരുന്നത്. യാത്രകളെ ആനന്ദകരമാക്കാൻ കിട്ടുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിൽ പ്രായമോ പദവിയോ ദേശമോ ഒന്നും ഒരു തടസ്സമല്ലെന്ന് ഇത്തരം യാത്രകളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇത്തരം നല്ല നിമിഷങ്ങളുടെ ഓർമ്മകളാണ് ഇക്കാലത്ത് പ്രായാധിക്യമുള്ള ധാരാളം പേരെ ഗ്രൂപ്പ് ടൂറുകൾ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. എത്ര ദുർഘടമായ പാതയും താണ്ടി വ്യൂ പോയിൻ്റുകളിലെ മനോഹാരിത നുകരാൻ കാണിക്കുന്ന ആവേശം കാണുമ്പോൾ എല്ലാവരും കൊച്ചുകുട്ടികളായതുപോലെ തോന്നും. മലനിരകളുടെയും താഴ്വാരങ്ങളുടെയും ഹെയർപിൻ വളവുകളുടെയും ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള മലമുകളിലേക്കുള്ള യാത്രയ്ക്ക് അകമ്പടിയായി ബസ്സിനുള്ളിൽ നിന്നുയരുന്ന ഗാനങ്ങൾ കൂടി ചേരുമ്പോൾ യാത്ര വേറൊരു ലെവലിലെത്തുന്നു. ഇവിടെ മുതൽ ഞങ്ങളുടെ യാത്രയുടെ തടസ്സങ്ങൾ ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ വാഹനത്തെ തടഞ്ഞ് ഒരു പാർക്കിംഗ് സെൻറ്ററിലിട്ടു. ഈ വലിയ വാഹനത്തിന് ആ റോഡിലൂടെ മുന്നോട്ട് പോകാനാവില്ലെന്നും വിധിച്ചു. ട്രാവലർ വരെയുള്ള ചെറിയ വാഹനങ്ങൾക്ക് മാത്രമേ ആ റോഡിലൂടെ സുരക്ഷിതമായി പോകാൻ കഴിയൂവെന്ന് പറഞ്ഞു. തുടർന്നും തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ട് ഞങ്ങളോടൊപ്പമുണ്ടായിരുന്ന 14 പേർ കാശ്മീർ യാത്ര ഉപേക്ഷിച്ച് കുളു മണാലിയിലേക്ക് പോകാൻ തീരുമാനിച്ച് വന്ന വണ്ടിയിൽ തന്നെ മടങ്ങി. ഞങ്ങൾ 8 പേർ ശ്രീനഗറിലെത്തിയേ മടങ്ങൂ എന്ന് തീരുമാനിച്ച് ഒരു ടാറ്റോ സുമോ വണ്ടിയിൽ യാത്ര തുടരുകയാണ്. ഞങ്ങളുടെ വാഹനം രജൗറി മേഖലയിലെത്തി. അതാ വീണ്ടും തടസ്സം. 5 മണിയായിരിക്കുന്നു. വിനോദസഞ്ചാരികളുടെ ഒരു വാഹനത്തെയും ഇനി മുന്നോട്ട് കടത്തി വിടില്ല. ആദ്യം തടഞ്ഞത് ഞങ്ങളെ. ഞങ്ങൾ പലതരത്തിലും പോലീസിനോട് അപേക്ഷിച്ചു നോക്കി. ഞങ്ങളുടെ സുരക്ഷ കരുതിയാണ് തടയുന്നതെന്ന് അവർ തീർത്ത് പറഞ്ഞു. വണ്ടിയിൽ തന്നെ ഇരുന്നാൽ രാവിലെ 5 മണിക്ക് മുന്നോട്ട് വിടാമെന്നായിരുന്നു നിർദ്ദേശം.
ഇനിയും 100 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാലേ ശ്രീനഗറിലെത്തൂ. ഇടയ്ക്കുള്ള റോഡ് വളരെ അപകട സാധ്യതയുള്ളതാണെന്നവർ പറഞ്ഞു. എന്തായാലും രാത്രി ആ വാഹനത്തിൽ തങ്ങാൻ കഴിയാത്തതുകൊണ്ട് നല്ലവനായ ഞങ്ങളുടെ കാർ ഡ്രൈവർ 10 കിലോമീറ്ററോളം തിരിച്ചു വന്ന് ഞങ്ങൾക്കൊരു താമസ സ്ഥലം ഒരുക്കിത്തന്നു. അടുത്ത ദിവസം അതിരാവിലെ ആരംഭിച്ച യാത്രയിലാണ് തലേ ദിവസം രാത്രിയിൽ ഈ വഴിയിലൂടെ വന്നിരുന്നെങ്കിലുണ്ടാകുമായിരുന്ന അപകട സാധ്യത ബോധ്യമായത്. വളരെ വീതി കുറഞ്ഞ റോഡ്, പല സ്ഥലത്തും ഒരു വാഹനത്തിന് മാത്രമേ കടന്നു പോകാനാവൂ. അതുതന്നെ മിക്ക സ്ഥലത്തും മണ്ണിടിഞ്ഞ് നശിച്ചിരിക്കുന്നു. പലയിടത്തും മുകളിൽ നിന്നും മണ്ണിടിഞ്ഞു വരുന്നത് കാണാനും കഴിയുന്നുണ്ടായിരുന്നു. വളരെയേറെ ബുദ്ധിമുട്ടുകളുള്ളതാണ് ഈ പാതയിലൂടെയുള്ള യാത്രയെങ്കിലും ഈ കാഴ്ചകൾ കണ്ടാലേ കാശ്മീരിനെക്കുറിച്ചുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ പതിയൂ എന്ന് തോന്നുന്നു. കാശ്മീർ മലനിരകളെന്ന് നാം കേട്ടിട്ടല്ലേയുള്ളൂ. അത് മുഴുവൻ കണ്ടറിയാനുള്ള ഒരവസരമാണ് ഇതുവഴിയുള്ള യാത്ര. ഈ കൂറ്റൻ മല നിറയെ മഞ്ഞാണ്. റോഡിനിരുവശത്തും മഞ്ഞ് കട്ട പിടിച്ച് കിടക്കുന്നു. മഞ്ഞുരുകിയൊലിക്കുന്ന വെള്ളത്തിൽ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് കൂടുതൽ അപകടകാരിയായി തോന്നുന്നു. എങ്കിലും മഞ്ഞുമലകളുടെ സൗന്ദര്യത്തിൽ എല്ലാ പേടിയും നാം മറക്കുന്നു. മലയിറങ്ങി താഴ്വാരത്തോടടുക്കുമ്പോൾ മഞ്ഞു കാഴ്ചകൾ കുറയുന്നു. ശ്രീനഗർ വരെയും വിമാനത്തിൽ വരുന്നവർക്ക് ഈ കാഴ്ചാനുഭവം കിട്ടില്ല. താഴ്വാരത്തെത്തുന്നതോടെ നല്ല റോഡായി. കാശ്മീർ ആപ്പിളിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന എല്ലാ സഞ്ചാരികളും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരാപ്പിൾ തോട്ടം കാണുക എന്നത്. ഞങ്ങളുടെ ആവശ്യം സാധ്യമാക്കുന്നതിനായി ഡ്രൈവർ ഈ ആപ്പിൾ തോട്ടത്തിനടുത്ത് നിർത്തി. റോഡിനടുത്ത് കണ്ട വീടിനടുത്തുകൂടി ഒരനുവാദവും ചോദിക്കാതെ ഈ തോട്ടത്തിൽ കടന്നപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. എന്നാൽ തോട്ടത്തിൻ്റെ അധികാരിയായ ഈ കാശ്മീരുകാരൻ്റെ നിർമ്മലമായ ചിരിയിലും ആതിഥ്യ മനോഭാവത്തിലും ഞങ്ങൾ എല്ലാ യാത്രാക്ഷീണവും മറക്കുകയായിരുന്നു. ആപ്പിൾ മരങ്ങളെല്ലാം പൂത്തു തുടങ്ങിയിരിക്കുന്നു. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഇത് വിളവെടുക്കാൻ പാകത്തിലാകും. ഇപ്പോൾ കാശ്മീരിലും 1 കിലോ ആപ്പിളിന് 250 രൂപയിലധികം കൊടുക്കണം. ആപ്പിൾ കൃഷിയും ആട് വളർത്തലുമാണ് ഇവിടെയുള്ളവരുടെ പ്രധാന വരുമാന മാർഗമെന്ന് തോന്നുന്നു. ഓരോ ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലും വളമിട്ട് അതിനെ പരിചരിക്കുന്നത് ഈ സമയത്താണ്. 2 മാസമെങ്കിലും കഴിഞ്ഞു വന്നാൽ ഈ മരങ്ങൾ കാണാൻ നല്ല ഭംഗിയായിരിക്കുമെന്ന് ആ കർഷകൻ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. അതിന് അവസരം ലഭിക്കില്ലെന്നറിയാവുന്നത് കൊണ്ടാകണം കിട്ടിയ സൗന്ദര്യം ക്യാമറകളിൽ പകർത്താൻ ഞങ്ങളോടൊപ്പമുണ്ടായിരുന്നവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടേ പോകാവൂ എന്ന നിർബന്ധത്തെ സ്നേഹപൂർവ്വം നിരസിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. വഴിയിലുടനീളമുണ്ടായ തടസ്സങ്ങൾ കൊണ്ട് 1.5 ദിവസത്തോളം നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഹോട്ടലിലെത്തി ശ്രീനഗറിലെ തുളിപ്പ് ഗാർഡൻ കാണണമായിരുന്നു. ഞങ്ങൾ ഈ ഹോട്ടലിലെത്തിയപ്പോഴേക്കും 2 മണി കഴിഞ്ഞിരുന്നു. തടസ്സങ്ങളില്ലാതിവിടെ തലേ ദിവസം രാത്രി എത്തിയിരുന്നെങ്കിൽ ഈ സമയം കൂട്ടക്കൊല നടന്ന പഹൽഗാമിൽ ഞങ്ങളുമുണ്ടാകുമായിരുന്നു. 1-2 മണിക്കൂർ കൂടി കഴിഞ്ഞാണ് ഞങ്ങൾ ആ നടുക്കുന്ന വാർത്ത അറിയുന്നത്. എന്തായാലും സംഭവബഹുലമായിരുന്നു ഞങ്ങളുടെ ഈ കാശ്മീർ യാത്ര. ഞങ്ങൾ തുളിപ്പ് ഗാർഡനിലെ അവശേഷിച്ച പൂക്കളും കണ്ട് ദാൽ തടാകത്തിലെത്തി ശിക്കാര റൈഡും കഴിഞ്ഞ് കരയിൽ കയറുമ്പോഴാണ് പഹൽഗാം സംഭവങ്ങൾ അറിയുന്നത്. പിറ്റേ ദിവസത്തെ ബന്ദിൽ ഞങ്ങൾ ഈ ഹോട്ടലിൽ തന്നെ തങ്ങി. കൂടുതൽ യാത്രാനുഭവങ്ങൾക്കായി ട്രാവലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.